കാന്താര ചാപ്റ്റർ 1 എന്ന സൂപ്പർ ഹിറ്റ് ചിത്രം റെക്കോർഡുകളെല്ലാം ഭേദിച്ച് ബോക്സ് ഓഫീസിൽ തകർത്താടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ചിത്രം എല്ലാവരും ഇപ്പോൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അതിലെ ഒരു ശ്രദ്ധേയമായ ഒരു കഥാപാത്രമുണ്ട്. കുലശേഖര എന്ന് പറയുന്ന ഒരു രാജകുമാരൻ്റെ കഥാപാത്രം. ഗുൽഷൻ ദേവയ്യ എന്നുള്ള വളരെ മികച്ച അഭിനേതാവായൊരു നടനാണ് ആ ക്യാരക്ടർ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ ഫിലിം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സീക്വൻസ് ഒക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ ഓർമ്മ വരും. കാരണം കുലശേഖര രാഹുൽ ഗാന്ധിയെ പോലെ തന്നെയുള്ള ഒരു കഥാപാത്രമാണ്. കാരണം താൻ വലിയ സംഭവമാണ്, തനിക്ക് ചുറ്റും എന്തൊക്കെയോ നടക്കുന്നു, താൻ വലിയൊരാളാണ്, തനിക്ക് കീഴടക്കാൻ പറ്റാത്ത ഒന്നുമില്ല, താൻ ചെയ്യുന്നതെല്ലാം വലിയ സംഭവമാണ്, അജയനാണ് താൻ, ബുദ്ധിമാനാണ്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷേ ചുറ്റുമുള്ളവർക്ക് യാതൊരു വിലയുമില്ല. ശരിക്കും ഒരു കോമാളിയെ പോലെയുള്ള ഒരു ഗുഡ് ഫോർ നത്തിങ് ക്യാരക്ടർ എന്നുള്ള രീതിയിലാണ് ആ ഒരു കുലശേഖരയെ ചിത്രത്തിൽ ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് രാഹുൽ ഗാന്ധിയെ നമുക്ക് പലപ്പോഴും തോന്നുന്നത്. കാരണം വിദേശത്തൊക്കെ പോകുന്നു, തുടർച്ചയായിട്ട് ഇന്ത്യ വിരുദ്ധ പ്രസംഗങ്ങൾ നടത്തുന്നു. മോദി വിരുദ്ധതയുടെ പേരിൽ ഇന്ത്യ വിരുദ്ധതയാണ് രാഹുൽ ഗാന്ധി ആളിക്കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കൊളംബിയയിലും പെറുവിലും ചിലിയിലും മുമ്പ് UK യിലും USA യിലും ഒക്കെ പോയിട്ട് ഇതേ രീതിയിലുള്ള, അതായത് ഇന്ത്യയുടെ ഭരണഘടനാ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്നു. അതുകൂടാതെ തന്നെ ജനാധിപത്യ സംവിധാനത്തെ, പിന്നെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തെ, ഇതിനെല്ലാം വിമർശിക്കുകയാണ്. അതായത് വിദേശ മണ്ണുകളിൽ പോയിട്ട് വിവിധ യൂണിവേഴ്സിറ്റികളിൽ പോയിട്ട് അവിടുത്തെ കുട്ടികളോടാണ് സംവദിക്കുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ പ്രമുഖരായുള്ള ആളുകളോടാണ് സംവദിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഒരു നെഗറ്റീവ് ഷെയ്ഡാണ് ഇന്ത്യക്ക് നൽകുക. അതായത് ഇതെല്ലാം ഉള്ളതാണെങ്കിൽ നമുക്ക് പിന്നെയെങ്കിൽ സമ്മതിക്കാം, പക്ഷേ തീർത്തും അവാസ്തവമായി. കാരണം തൻ്റെ ഫ്രസ്ട്രേഷൻ, പ്രധാനമന്ത്രി പദത്തിൽ എത്താൻ പറ്റാത്തതിൻ്റെ തൻ്റെ ഫ്രസ്ട്രേഷൻ വ്യക്തമാക്കുന്ന ഓരോ ജൽപ്പനങ്ങളാണ് രാഹുൽ ഗാന്ധി തുടർച്ചയായിട്ട് ഇങ്ങനെ പുറത്തു പോയിട്ട്, അതായത് വിദേശ രാഷ്ട്രങ്ങളിൽ പോയി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പം പണി കിട്ടിയിരിക്കുകയാണ്. അമേരിക്കയിൽ നിന്ന് തന്നെ ഒരു പണി ലഭിച്ചിരിക്കുന്നു. അതായത് രാഹുൽ ഗാന്ധിയുടെ വില വിദേശ രാഷ്ട്രങ്ങളിലും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള, അല്ലെങ്കിലും വിലയുണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ഒരു ഹൈപ്പൊക്കെ ഇപ്പം പോയിട്ടുണ്ട്. കാരണം തുടർച്ചയായിട്ട് ഇങ്ങനെ വരുന്നു, വിദേശ രാഷ്ട്രങ്ങളിൽ പോകുന്നു, ഇന്ത്യയെക്കുറിച്ച് മോശം പറയുന്നു, ഇന്ത്യയിൽ ഒന്നും നല്ലതല്ലെന്ന് പറയുന്നു. അപ്പം സ്വാഭാവികമായിട്ട് ആളുകൾക്ക് തന്നെ ഇയാളെ കൃത്യമായിട്ടൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. കാരണം മുമ്പും ഒരുപാട് പ്രതിപക്ഷ നേതാക്കൾ ഇന്ത്യയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ ഒരു മാന്യത പുലർത്തേണ്ടതുണ്ട്. കാരണം രാജ്യത്തിനകത്ത് ഏത് രീതിയിലുള്ള വിമർശനങ്ങൾ അഴിച്ചുവിടാനൊക്കെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും അവകാശമുണ്ട്. അത് വേണം, അത് വളരെ പ്രൊഡക്റ്റീവായുള്ള അല്ലെങ്കിൽ ക്രിയേറ്റീവായുള്ള ഒരു കാര്യമാണ്. പക്ഷേ വിദേശ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ മുമ്പൊക്കെ പ്രതിപക്ഷ നേതാക്കൾ പാലിക്കുന്ന ഒരു മിനിമം സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഉണ്ട്, അത് രാഹുൽ ഗാന്ധി പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിയിരിക്കുന്നു എന്നുള്ളത്. കാരണം പ്രതിപക്ഷ നേതൃപദവിയുടെ വില തന്നെ ഇല്ലാതാക്കിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. പെറുവിലും കൊളംബിയയിലും ചിലിയിലും UK യിലും USA യിലും എല്ലാം നമ്മൾ കണ്ടു ഇന്ത്യക്കെതിരെയുള്ള രാഹുലിൻ്റെ പ്രസ്താവനകൾ. പലപ്പോഴും നരേന്ദ്രമോദിയോടുള്ള വിരോധം, BJPക്കെതിരെയുള്ള വിരോധമെല്ലാം ഇന്ത്യക്കെതിരെയായിട്ട് മാറുന്നു. കാരണം ഇന്ത്യയുടെ എല്ലാ നേട്ടങ്ങളെയും അദ്ദേഹം ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇത് ഉണ്ടാക്കുന്ന ഒരു ആഫ്റ്റർ എഫക്ട്സ് വളരെ മോശം തന്നെയാണ്. അതിപ്പോൾ രാജ്യത്തിനകത്ത് മാത്രമല്ല, പുറത്തും ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം എല്ലാവർക്കും ഒരു കോമഡി ക്യാരക്ടറായിട്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധി മാറിയിരിക്കുന്നു എന്നുള്ളത്. കാരണം ഇന്ത്യയിൽ ഒരു വലിയ വിഭാഗം ആളുകൾ രാഹുൽ ഗാന്ധി ഒരു മെച്യൂർഡ് പൊളിറ്റീഷ്യൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു സീരിയസ് ഗൈ ആയിട്ടോ കാണുന്നില്ല. പക്ഷേ ഇപ്പം വിദേശ രാഷ്ട്രങ്ങളും അമേരിക്കയിലും UK യിലൊക്കെ പോകുമ്പോഴും അതേ അവസ്ഥ തന്നെ തുടരുകയാണ്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് മേരി മിൽബൻ എന്ന് പറയുന്ന അമേരിക്കയിലെ പ്രമുഖ ഗായികയും അഭിനേതാവും ഒക്കെയായ ഒരു പബ്ലിക് ഫിഗർ. അവർ കൃത്യമായിട്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് നല്ല മറുപടി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം അതിപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം നരേന്ദ്രമോദി ദുർബലനാണെന്ന് വരുത്തി തീർക്കാനാണ് രാഹുൽ ഗാന്ധി പലപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രംപിനെ മോദിക്ക് ഭയമാണെന്നുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയ്ക്ക് നല്ല രീതിയിലുള്ള മറുപടി തന്നെയാണ് മേരി മിൽബൻ കൊടുത്തിരിക്കുന്നത്. കാരണം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരാനുള്ള ഒരു വ്യക്തിയല്ല, അല്ലെങ്കിൽ അതിന് യോഗ്യതയോ അല്ലെങ്കിൽ ആ ഒരു വിവേകമുള്ള ഒരാളല്ല എന്ന് വ്യക്തമായിട്ട് തന്നെ മേരി മിൽബൻ പറഞ്ഞിരിക്കുന്നു. അത് ഇന്ത്യയിലെ പല ആളുകൾക്കും അറിയുന്ന കാര്യം തന്നെയാണ്. കാരണം രാഹുൽ ഗാന്ധി ഒരു പ്രധാനമന്ത്രി പദത്തിലൊക്കെ എത്താൻ പറ്റുന്ന ഒരു മെച്യൂരിറ്റി ഉള്ള ഒരു ഫിഗർ അല്ല, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡർ അല്ല എന്നുള്ളത്. അതേ ഇപ്പോൾ പ്രതിപക്ഷ നേതൃപദവിക്ക് തന്നെ അപമാനം ഉണ്ടാക്കുന്ന രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാളെ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാൽ എന്തായിരിക്കും അവസ്ഥ? അതിപ്പോൾ ലോകത്ത് മുഴുവൻ ചർച്ചയാകുന്നു എന്നുള്ളതാണ്. കാരണം ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് ഇന്ത്യക്കുണ്ടെന്നുള്ളത്. അപ്പോൾ മേരി മിൽബൻ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു അഭിപ്രായം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ആരെയും ഭയപ്പെടുന്ന വ്യക്തിയല്ല. കാരണം അദ്ദേഹത്തിന് ഇന്ത്യയുടെ താല്പര്യങ്ങളാണ് പ്രധാനം. അങ്ങനെ ആയിരിക്കണം ഒരു രാജ്യത്തെ നേതാവെന്നാണ് മേരി മിൽബൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ട്രംപിനെയല്ല, ആരെയും നരേന്ദ്രമോദി ഭയപ്പെടാൻ പോകുന്നില്ല. കാരണം അദ്ദേഹം അമേരിക്കയുമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള നല്ല ബന്ധങ്ങൾ പുലർത്തുന്നുണ്ടെങ്കിൽ അത് നയതന്ത്ര
ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നയതന്ത്ര മേഖലയിലുള്ള ബന്ധങ്ങളാണ്. അതിനുപരിയായിട്ട് ഇന്ത്യയുടെ താല്പര്യം മാത്രമാണ് മോദിക്ക് പ്രധാനം. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിക്കില്ല, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള പക്വതയോ അല്ലെങ്കിൽ ആ ഒരു വിവേകമോ രാഹുൽ ഗാന്ധിക്കില്ല എന്നാണ് മേരി മിൽബൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പം അന്താരാഷ്ട്ര തലത്തിലും രാഹുൽ ഗാന്ധി ഇതേ രീതിയിൽ നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇന്ത്യക്കകത്തായിരുന്നു, ഇപ്പം ഇന്ത്യക്ക് പുറത്തും ഇതേ രീതിയിൽ നാണം കെട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരിക്കുന്നത്.